നമസ്കാരം, എല്ലാവർക്കും PSC സ്റ്റഡി നോട്ട്സിലേക്ക് സ്വാഗതം. ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് PSC മുൻവർഷങ്ങളിൽ നടത്തിയ ജീവശാസ്ത്രവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്. ഇതിന് മുന്നേ പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 അങ്ങനെ 3 വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതും കൂടെ കാണുക. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വൈഡൽ ടെസ്റ്റ് ഏത് രോഗത്തിൻ്റെ രോഗനിർണയ മാർഗമാണ്? എയ്ഡ്സ്, മലേറിയ, ടൈഫോയിഡ്, ന്യൂമോണിയ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, ടൈഫോയിഡ് ആണ്. വൈഡൽ ടെസ്റ്റ് ടൈഫോയിഡുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. മനുഷ്യരിലെ ഹീമോഗ്ലോബിനെ കുറിച്ചുള്ള തെറ്റായ പ്രസ്താവന ഏത്? അയൺ അടങ്ങിയിരിക്കുന്നു, ശരിയാണ്. ആരോഗ്യമുള്ള മനുഷ്യൻ്റെ 100 ml രക്തത്തിൽ 12 to 16 ഗ്രാം ഹീമോഗ്ലോബിൻ കാണപ്പെടുന്നു, ശരിയാണ്. അതിൽ പ്രോട്ടീൻ ഇല്ല, ഇത് തെറ്റാണ്. ശ്വസനവാതകങ്ങളെ രക്തത്തിലൂടെ വഹിക്കുന്നു, ഇതും ശരിയാണ്. അപ്പോൾ തെറ്റായിട്ടുള്ളത് ഒരെണ്ണമാണ്, ബാക്കിയെല്ലാം ശരിയാണ്. രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയ്ക്കാൻ പാൻക്രിയാസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഏത്? ഇൻസുലിൻ, ഗ്ലൂക്കഗോൺ, മെലാട്ടോണിൻ, തൈറോക്സിൻ. രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയ്ക്കാൻ പാൻക്രിയാസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഇൻസുലിനാണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. 2024 വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം വിക്ടർ ആംബ്രോസിനും ഗാരി റുക്കിനും ലഭിച്ചത് ഏത് കണ്ടുപിടുത്തത്തിനാണ്? ഓപ്ഷൻ ഡി ആണ്, മൈക്രോ RNAയ്ക്കാണ്. സാമൂഹ്യനീതി വകുപ്പിൻ്റെ പ്രതിഭാ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ ആരാണ്? വയോജനങ്ങൾ, ഭിന്നശേഷിക്കാർ, സാമൂഹിക പ്രതിരോധം, ട്രാൻസ്ജെൻഡർ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, ട്രാൻസ്ജെൻഡർ ആണ്. എംഫീസീമ ഏത് അവയവത്തെ ബാധിക്കുന്ന ഒരു ജീവിതശൈലി രോഗമാണ്? ശ്വാസകോശം, കരൾ, ഹൃദയം, മസ്തിഷ്കം. എംഫീസീമ ബാധിക്കുന്നത് ശ്വാസകോശത്തെയാണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഉറക്കത്തിൻ്റെയും ഉണർവിൻ്റെയും താളക്രമം പാലിക്കുന്നതിന് സഹായിക്കുന്ന ഹോർമോൺ ഏതാണ്? മെലാട്ടോണിൻ, തൈറോക്സിൻ, ഓക്സിറ്റോസിൻ, അഡ്രിനാലിൻ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, മെലാട്ടോണിൻ ആണ്. ഉറക്കത്തിൻ്റെയും ഉണർവിൻ്റെയും താളക്രമം പാലിക്കുന്നതിന് സഹായിക്കുന്ന ഹോർമോൺ മെലാട്ടോണിനാണ്. തൈറോയിഡിൻ്റെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന ധാതു ഏതാണ്? കാൽസ്യം, മഗ്നീഷ്യം, അയഡിൻ, സോഡിയം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, അയഡിനാണ്. രോഗങ്ങളും അവയുടെ രോഗാണുക്കളും തന്നിരിക്കുന്നതിൽ തെറ്റായ ജോഡി ഏതാണ്? പ്രോട്ടോസോവ മലമ്പനി, ബാക്ടീരിയ ക്ഷയം, വൈറസ് ന്യൂമോണിയ, ഫംഗസ് വട്ടച്ചൊറി. ഇതിൽ തെറ്റായിട്ടുള്ളത് വൈറസ് ന്യൂമോണിയാണ്, ബാക്കിയെല്ലാം ശരിയാണ്. ഓസോൺ പാളിയെക്കുറിച്ച് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാമാണ്? ഓസോൺ പാളിയുടെ ഭൂരിഭാഗവും ട്രോപ്പോസ്ഫിയറിലാണ് കാണപ്പെടുന്നത്. ഫ്ലൂറോ കാർബണുകൾ ഓസോൺ പാളിയുടെ ശോഷണത്തിന് കാരണമാകുന്നു. സൂര്യൻ്റെ അൾട്രാവയലറ്റ് വികിരണങ്ങളിൽ നിന്ന് ഓസോൺ ഭൂമിയിലെ ജീവനെ സംരക്ഷിക്കുന്നു. ഇതിൽ ശരിയായിട്ടുള്ളത് 2ഉം 3ഉം ആണ്. ഫ്ലൂറോ കാർബണുകൾ ഓസോൺ പാളിയുടെ ശോഷണത്തിന് കാരണമാകുന്നു, ശരിയാണ്. സൂര്യൻ്റെ അൾട്രാവയലറ്റ് വികിരണങ്ങളിൽ നിന്ന് ഓസോൺ ഭൂമിയിലെ ജീവനെ സംരക്ഷിക്കുന്നത്, രണ്ടുമാണ് ശരിയായിട്ടുള്ളത്. അടുത്തത് പെല്ലാഗ്ര ഏത് ജീവകത്തിൻ്റെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ്? ജീവകം B1, ജീവകം B2, ജീവകം B3, ജീവകം B7. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, ജീവകം B3 ആണ്. പെല്ലാഗ്ര വൈറ്റമിൻ B3യുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ്. ക്ഷയരോഗം പ്രതിരോധിക്കാൻ ഉപയോഗിക്കുന്ന വാക്സിൻ്റെ പേരെന്താണ്? TPT, MMR, HPV, BCG. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, BCG ആണ്. ക്ഷയരോഗം പ്രതിരോധിക്കാൻ ഉപയോഗിക്കുന്ന വാക്സിൻ BCG ആണ്. രക്തത്തിലെ കാൽസ്യത്തിൻ്റെ സാധാരണ അളവ് എത്ര? 9 to 11 mg ആണ്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. രക്തത്തിലെ കാൽസ്യത്തിൻ്റെ സാധാരണ അളവ് 9 to 11 mg ആണ്. മസ്തിഷ്കത്തെ പൊതിഞ്ഞു കാണുന്ന സ്ഥലപാളി ഏത്? പെരികാർഡിയം, പ്ലൂറ, മെനിഞ്ചസ്, കോർട്ടെക്സ്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. മസ്തിഷ്കത്തെ പൊതിഞ്ഞു കാണുന്ന സ്ഥലം മെനിഞ്ചസ് ആണ്. മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ജീവകം ഏത്? ജീവകം ഇ, ജീവകം ബി, ജീവകം ഡി, ജീവകം കെ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, ജീവകം കെ ആണ്. മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ ജീവകം കെ ആണ്. ലോക പ്രകൃതി സംരക്ഷണ ദിനം എന്നാണ്? ജൂൺ 5, മെയ് 22, ജൂലൈ 28, ജൂൺ 1. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, ജൂലൈ 28-നാണ്. ലോക പ്രകൃതി സംരക്ഷണ ദിനം ജൂലൈ 28-നാണ്. പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്നതിന് കേരള ആരോഗ്യ വകുപ്പ് രൂപീകരിച്ച പദ്ധതി ഏത്? തേൻ അമൃത്, മിഠായി, ഹൃദ്യം, ആർദ്രം.
കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, മിഠായി ആണ്. പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്നതിന് കേരള ആരോഗ്യ വകുപ്പ് രൂപീകരിച്ച പദ്ധതിയാണ് മിഠായി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസിന് കാരണമാകുന്ന രോഗകാരി. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, നെഗ്ലേറിയ ഫൗലേറി. 2023 കേരളത്തിലെ ആരോഗ്യ മേഖലയിലെ നൂതന സാങ്കേതിക വിദ്യകൾക്കുള്ള ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ അവാർഡ് ലഭിച്ചത് ഏത് ആരോഗ്യ പദ്ധതിക്കാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, ആശാധാരയാണ്. 2023 കേരളത്തിലെ ആരോഗ്യ മേഖലയിലെ നൂതന സാങ്കേതിക വിദ്യകൾക്കുള്ള ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ അവാർഡ് ലഭിച്ചത് ആശാധാര എന്ന പദ്ധതിക്കാണ്.